ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡ്സ് ഫുഡ് കോർണർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കൊണ്ടുള്ളൊരു വിഭവമാണ്. പനീർ ടിക്ക ബുർജി. സ്നാക്കായും സൈഡ് ഡിഷായും നമുക്കിത് കഴിക്കാം. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? പനീർ ടിക്ക ബുർജി. ഗൈസ്, നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് പനീറാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ 200 ഗ്രാം പാക്ക് ഒരെണ്ണം വാങ്ങുക. ഇനി 1.5 ടേബിൾ സ്പൂൺ കടലമാവ്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരു 4 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്താൽ മതിയാവും. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇതിനെ ഇട്ട് വയ്ക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. എരിവ് കൂടുതൽ വേണ്ടവർ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന എരിവ് കൂടുതലുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ വേണം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് മിക്സിയിൽ അരച്ചെടുത്താൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായി. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ വേണം. ഒരു 3/4 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല. ബട്ടർ, 1 ടീസ്പൂൺ ബട്ടർ വേണം. ബട്ടറിന് വേറെ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ 1 ടീസ്പൂൺ എടുത്താലും മതിയാവും. മീഡിയം സൈസ് സവാള ഒരെണ്ണം വേണം. ഇനി ക്യാപ്സിക്കത്തിന്റെ ചെറിയൊരു പീസ്. പച്ച, ചുമല, മഞ്ഞ തുടങ്ങി വർണ്ണ വിവേചനമില്ലാതെ ഏത് കളറിലുള്ള ക്യാപ്സിക്കം എടുക്കാം കേട്ടോ. കുനുകുന് ചെറുകൂറു നിരകൾ, പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ ക്യാപ്സിക്കവും സവാളയും കൂനുകൂനെ അങ്ങോട്ട് അരിഞ്ഞു വെക്കുക. തൊട്ട് പുറകെ തന്നെ ഇത്രയും നേരം നമ്മൾ പോസ്റ്റായിട്ട് വെച്ചിരുന്ന പനീർ എടുത്ത് അതും കുനുകുന് ചെറുകൂറു നിരകൾ കുനുകുനെ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. കുറച്ച് ബലം കൊടുത്താൽ മതി കേട്ടോ, പനീറിനെ അധികം വേദനിപ്പിക്കേണ്ട. ഇവന്മാരെ 3 പേരെയും കൂടെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ച ആ ബൗളിലേക്ക് ഇടുക. മല്ലിയിലയും കസൂരി മേത്തിയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതുണ്ടെങ്കിൽ അതും ഇപ്പം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്തിനേറെ പറയുന്നു, നമ്മുടെ പനീർ ടിക്ക ബുർജി തയ്യാറായിട്ടില്ല. ഇപ്പോൾ ആരും എടുത്ത് കഴിക്കരുത്. 1 മണിക്കൂർ സമയം നമുക്ക് ഇതിനെ ഫ്രിഡ്ജ് വെക്കണം. ഇനി 1 മണിക്കൂർ ഇല്ലാന്നുള്ളവർ കുറഞ്ഞ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കുക. ഇനി കുക്കിംഗ് തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഈ മിക്സിനെ എടുത്ത് വെളി വെക്കണം, നോർമൽ റൂം ടെമ്പറേച്ചറിൽ. നമുക്കിനി എന്നാൽ അത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. മടുക്കണ്ട, നമ്മുടെ കുക്കിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. പാൻ ചൂടായി വരുമ്പോൾ അല്പം എണ്ണ, ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പനീറിൻ്റെ എല്ലാ സൈഡും നമുക്ക് ഒരുപോലെ മുറിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ടൊരു 2-3 മിനിറ്റ് കൂടുമ്പം എത്രമാത്രം ഫ്രൈ ആയിന്ന് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ലെവൽ അതിനെ മുറിച്ചെടുക്കാം. എല്ലാ സൈഡും ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്ത് ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഗൈസ്, നമ്മുടെ പനീർ ടിക്ക ബുർജി സെറ്റായിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ എടുക്കാം. കണ്ടിട്ട് ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? ഈവനിങ്ങിൽ ചായയുടെ കൂടെ ഒരു സ്നാക്ക് ഐറ്റമായിട്ട് ഇത് കഴിക്കാം. അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കുമ്പോൾ മീൽസിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും ഇത് കഴിക്കാം. കുട്ടികൾക്ക് വേണേൽ കുറച്ച് സോസ് കൂടെ കൊടുത്താൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. മുട്ട, കോഴിയിറച്ചി, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടും. പക്ഷേ വെജിറ്റേറിയൻസ് അതൊക്കെ ഉപയോഗിക്കാത്തതുകൊണ്ട് അവർക്ക് പറ്റിയ നല്ലൊരു ചോയ്സാണ് പനീർ കൊണ്ടുള്ള ഡിഷസ്. വൈഫ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പനീർ ടിക്ക ഉണ്ടാക്കും. പക്ഷേ ഒരു പ്രോബ്ലം, നമ്മളിത് വീട്ടിൽ ചെയ്തെടുക്കുമ്പം പനീറിൻ്റെ ആ ലാർജ് ക്യൂബ്സിൽ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. കൂടുതൽ നേരം ഫ്രൈ ചെയ്യുമ്പം അത് കുറച്ച് കരിഞ്ഞും തുടങ്ങും. അപ്പോഴാണൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ബുർജി പോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിഷുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയത്. ഈ ഡിഷിന് കൊടുക്കാൻ പറ്റിയ ഇതിലും നല്ലൊരു പേര് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ഗൈസ്, സിറ്റുവേഷൻ ഉള്ളപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുക, ആസ്വദിക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും കാണാം. ടേക്ക് കെയർ, എൻജോയ്, ഗുഡ് ബൈ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഈ വിഭവം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും റെഡ് ഹാർട്ടും ഇടണേ. താങ്ക് യു.